പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് TX9 എന്നുള്ള ഒരു പുതിയ ബ്രാൻഡാണ്. ഓൾറെഡി ഈ ഒരു ബ്രാൻഡ് റണ്ണിങ്ങിലാണ് ഇപ്പോൾ. അപ്പൊ നമുക്ക് ഈ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് സെയിൽസ് മാനേജറിനോട് തന്നെ നമുക്ക് കൂടുതലായിട്ട് ചോദിക്കാം. നമ്മുടെ വീഡിയോയിലേക്ക് മാഡത്തിനെ സ്വാഗതം ചെയ്യാണ്. ഓക്കെ, അപ്പൊ പേര് എങ്ങനെയായിരുന്നു? എന്റെ പേര് അശ്വിൻ എന്നാണ്. നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു വണ്ടിയെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ട്. പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ട് പറയാം. നമുക്ക് ഒരു വർഷം നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഇതേ ദിവസം അടുത്ത വർഷം ഈ കാലാവസ്ഥ തന്നെ മാറും. മീൻസ് പെട്രോൾ വണ്ടികൾ ശരിക്കും താഴേക്ക് വരും. ഈ ബാറ്ററി രൂപത്തിലേക്ക് നമ്മൾ വരുവാണ്. ഹെവി വണ്ടി ട്രക്കുകൾ വരെ ബാറ്ററിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇതാണ്. TX9 എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനിയാണ്. ആണ് ഇതിന്റെ കമ്പനി. ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ സിറ്റിയിൽ നല്ലൊരു നമ്പേഴ്സ് വണ്ടി ഓൾറെഡി സെയിലായി കഴിഞ്ഞു. പിന്നെ ഇത് വെസ്റ്റേൺ കൺട്രീസിലേക്ക് എക്സ്പോർട്ടിംഗ് ആയിരുന്നു ശരിക്കും ഉണ്ടായിരുന്നത്. നമ്മൾ ഇന്ത്യയിലേക്ക് നമ്മളിപ്പം തുടങ്ങിയിരിക്കണം. ശരിക്കും സാധനത്തൊന്ന് ടെസ്റ്റ് റൈഡ് ചെയ്താൽ കറക്റ്റായിട്ട് മനസ്സിലാകും. നല്ല കംഫർട്ടബിൾ ആണ് ശരിക്കും. അത് കൂടുതൽ ഒന്നുകൂടെ എടുത്തു പറയേണ്ടത് ലേഡീസിന് 100% കംഫർട്ടബിൾ ആണ്. നോൺ രജിസ്റ്റേർഡ് കാറ്റഗറിയാണ്. നമ്മളിവിടെ ഡിസ്പ്ലേ അതെല്ലാം നമ്മളിവിടെ കൊടുക്കുന്നതും രജിസ്റ്റേർഡ് ആയിട്ടുള്ളതല്ല, നോൺ രജിസ്റ്റേർഡ് ആണ് നമുക്ക് ഉള്ളത്. നമ്മൾ രജിസ്റ്റേർഡ് വണ്ടി നമുക്ക് ജൂലൈ ലാസ്റ്റോടുകൂടി ലോഞ്ച് ആകുമ്പോൾ ഓൾറെഡി അത് നമുക്ക് പ്രൊഡക്റ്റ് ഏകദേശം കഴിഞ്ഞു. പക്ഷെ നമുക്ക് വെയിറ്റിംഗിൽ നിൽക്കുന്നതിന്റെ കാര്യം മറ്റു വണ്ടികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും പോരായ്മകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കും. 100%. അതെ 100% ജനങ്ങൾക്ക് അത് എന്ത് കംപ്ലൈന്റ് ഉണ്ടാകും മീൻസ് പോരായ്മകളെല്ലാം പരിഹരിച്ച് ഇറക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിപ്പോ ഒന്ന് വെയിറ്റിംഗിൽ വെച്ചേക്കുന്നത്. കാരണം ഈ മാസം ഇറങ്ങേണ്ടിയിരുന്നതാണ്. അത് പിന്നീട് നമ്മൾ 2 മാസം എക്സ്റ്റെൻഡ് ചെയ്തതാണ്. എന്തൊക്കെയാണ് ഇതിന്റെ ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറയാം? സാർ അത് പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സാർ ഈ സ്പേസ് ഉണ്ടോ, അതായത് ഇത്രയും ലെഗ് സ്പേസ് ഉള്ള വേറൊരു സ്കൂട്ടർ സാർ ഒന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു കാറ്റഗറിയിൽ ഉണ്ടാവില്ല. ഈ ഒരു കാറ്റഗറിയിൽ വേറെ ഉണ്ടാവില്ല. അത് നല്ല ലെഗ് സ്പേസ് ആണ്. അതായത് നല്ല നമുക്ക് സീറ്റിൽ കണ്ടു നമ്മൾ എത്ര പുറകോട്ട് കയറിയിരുന്നാലും മുമ്പോട്ട് ഇറങ്ങിയിരുന്നാലും ഈ പറയുന്ന ഈ മുട്ട് വന്നിരിക്കില്ല. നല്ല കംഫർട്ട് റൈഡിങ് ആണ്. അത്യാവശ്യം ലോഡ് കയറുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ക്രോസ് കാണണം. നമുക്ക് മേളിൽ അത്യാവശ്യം വെയിറ്റ് വെക്കാവുന്ന ഒരു സിലിണ്ടർ വെക്കാൻ പറ്റിയ കമ്പനി പറയുന്നത് 150 കിലോ വരെ കമ്പനി പറയുന്നുണ്ട്. അതിന് കൂടുതൽ വലിക്കുന്നുണ്ട്. അതിന്റെ ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം ഇൻവെർട്ടറും ബാറ്ററിയും കൂടെ നമ്മുടെ 2-3 കസ്റ്റമേഴ്സ് കൊണ്ടുപോയിട്ടുണ്ട്. അവർ ഓൾറെഡി ഒരു ഹെൽപ്പറെ പുറകിലും വെക്കും, ഈ സാധനം മുമ്പിലും വെക്കും. നമ്മുടെ കാക്കനാട് ഏരിയ ഒക്കെ നന്നായിട്ട് കയറുന്നുണ്ട്. 45 ഡിഗ്രി വരെ പ്രശ്നം ഉണ്ടാവില്ല. കോതമംഗലത്തൊക്കെ നമ്മൾ ഓൾറെഡി കസ്റ്റമേഴ്സ് ഉള്ളതാണ് വണ്ടി കൊടുത്തിട്ടുള്ളത്. പിന്നെ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 250 വോൾട്ട് അപ്പ് മോട്ടറാണ്. ചെയിൻ മോട്ടർ അല്ല, ഹബ് മോട്ടർ ആണല്ലേ. അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ഇത് കയറ്റം കയറാനും അതുപോലുള്ള ഈ 2 പേർക്ക് സഞ്ചരിക്കാനും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ലോഡ് കയറ്റാനും എല്ലാവരും നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാം. 1.5 മണിക്കൂർ നമുക്ക് വെള്ളത്തിൽ കൂടെ കണ്ടിന്യൂസ് പോകാം. കാരണം ഓൾറെഡി കൺസീൽഡ് ആണ്. അതുകൊണ്ട് യാതൊരു കംപ്ലൈന്റും ഇല്ല. അത് കമ്പനി പറയുന്നു ആ കാര്യം. അതുകൂടാതെ ഇത് മോണോഷോക്ക് അല്ല, ഇത് ഹെവി ഡ്യൂട്ടി ഷോക്കാണ്. പുറകിലുള്ളത്, മുമ്പിലുള്ളത് ടെലിസ്കോപ്പിംഗ്. അതായത് സമയത്ത് യാത്ര ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലാകും നല്ല രീതിയിൽ നമുക്ക് ഷോക്ക് വർക്കിംഗ് ആണ്. വെയിറ്റ് ലോഡ് കൂടിയാലും അതിലൊരു വിഷയം വരുന്നില്ല. അതെ ബാക്കിലും ഫ്രണ്ടിലും നിങ്ങൾ ഡിസ്ക് ബ്രേക്ക് ആണ്, ഡ്യുവൽ ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. ട്യൂബ്ലെസ് ടയർ തന്നെയല്ലേ? ട്യൂബ്ലെസ് ടയർ ആണ്. 10 ഇഞ്ച് ട്യൂബ്ലെസ് ടയർ ആണ്. TVS ടയർ ആണ് ഇപ്പോൾ വരുന്നത്. ഹെഡ്ലൈറ്റ് LED ഹെഡ്ലൈറ്റ് ആണ്. കൂടാതെ നമ്മുടെ മെയിൻ ഹെഡ്ലൈറ്റും ഉണ്ട്. അതിന്റെ കൂടെ ഇൻഡിക്കേറ്റർ വരുന്നത് ഇവിടെയാണ്. ഇത് ഇൻഡിക്കേറ്റർ ശരിക്കും ഷോ ഓഫ് ആണല്ലേ? അതെ. ഇവിടെ ഇൻഡിക്കേറ്ററിന്റെ ഇതില് ബൂമറാങ്ങിന്റെ ഒരു ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഇത് DRലാണ്. ഹെഡ്ലൈറ്റ് അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റി ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതില് ചൂസ് ചെയ്യാം ഏത് കളറാണ്. കൂടാതെ അതിൽ വന്നിരിക്കുന്ന ഫീച്ചേഴ്സ് ആണ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, റിവേഴ്സ് ഗിയർ, ട്യൂബ്ലെസ് ടയർ, ആന്റി ടച്ച് അലാം. ചാർജിങ്ങിന്റെ ടൈം വരുന്നത് 0 to 80% എടുക്കുന്നത് 3 hour കൊണ്ടാണ്. 0 to 100% വരുന്നത് 3 hour 40 minutes കൊണ്ട് നമുക്കത് ഫുൾ ചാർജിലേക്ക് എത്തിക്കാൻ പറ്റും. നമുക്ക് ബേസ് മോഡലിന് മാത്രമാണ് കീലെസ് എൻട്രി ഇല്ലാത്തത്. അടുത്ത വേരിയന്റ് കാറ്റഗറിയിൽ വരുന്നത് നമുക്ക് ബ്ലൂടൂത്ത് ഉണ്ടാവും, കീലെസ് എൻട്രി ഉണ്ടാവും. ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോൺ എടുക്കുകയും ചെയ്യാം, വോളിയം കുറയ്ക്കുകയും കൂട്ടുക എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഫങ്ഷണൽ സ്വിച്ചസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ അത്യാവശ്യം പാട്ട് കേൾക്കാം, നമ്മുടെ ഫോണിനുള്ള കണക്ട് ചെയ്യാം. ഇതിലായിട്ട് സ്പീക്കർ പ്രൊവൈഡ് ഉണ്ട്. ഞാൻ അതാ പറഞ്ഞു വരുന്നത്. ലൗഡ് സ്പീക്കറിലായിരിക്കും നമ്മുടെ വരുന്ന ഫോൺ കേൾക്കുന്നത്. ഇത് വരുന്നത് നമുക്ക് മോഡാണ്. ഫസ്റ്റ് മോഡ്, സെക്കൻഡ് മോഡ്, തേർഡ് മോഡ്. 3 മോഡാണ് ഇതിൽ വന്നിരിക്കുന്നത്. മൈലേജ് മൈലേജ് നമുക്ക് 102 ആണ് നമ്മുടെ കമ്പനി മൈലേജ് പറയുന്നത്. 102 മൈലേജ് പറയും. സിംഗിൾ ചാർജിങ്ങിൽ 102 കിലോമീറ്റർ ആണ് മൈലേജ്. ഈ
സിംഗിൾ ചാർജിംഗ് എന്ന് പറഞ്ഞാൽ 2 യൂണിറ്റ് തികച്ച് എടുക്കില്ല. അതായത് ഒരു യൂണിറ്റ് സംതിങ് എടുക്കുള്ളൂ. അതായത് നമുക്കൊരു 12 രൂപ മാക്സിമം ഒരു 15 രൂപ ചെലവിലാണ് നമ്മൾ 102 കിലോമീറ്റർ പറയുന്നത്. ഈ 102 കിലോമീറ്ററിൽ നമുക്ക് എങ്ങനെ വന്നാലും കുറച്ച് കിലോമീറ്റർ കുറയും, ഒരു 4-5 കിലോമീറ്റർ താഴ്ത്തി കിട്ടും. എന്തായാലും 95 വരെ നമ്മൾ പ്രൂവ് ചെയ്യും, ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. 90 എന്തായാലും 90 അല്ല 95 തന്നെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. 95 ആണ് ഇവര് കൺഫേം ചെയ്യുന്നത്, ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ റേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഈ ഒരു വണ്ടിയിൽ അതെ ബേസ് മോഡലിൽ നമുക്ക് വരുന്നത് കീലെസ് എൻട്രി ബ്ലൂടൂത്ത് ഒന്നും വരില്ല. ബേസ് മോഡലിൽ ബ്ലൂടൂത്ത് ഉണ്ടാവില്ല, കീലെസ് എൻട്രി ഉണ്ടാവില്ല. 202 കിലോമീറ്റർ ആണ് റേഞ്ച് ഉള്ളത്. ഓക്കെ. അടുത്ത വേരിയന്റ് എന്ന് പറഞ്ഞാൽ തൊട്ട് മേലുള്ള വേരിയന്റ് എന്ന് പറഞ്ഞാൽ 102 കിലോമീറ്റർ തന്നെ റേഞ്ച് സെയിം തന്നെ, ഫങ്ഷൻസ് കൂടും. ഫങ്ഷൻസിൽ കീലെസ് എൻട്രി ഉണ്ടാവും, ബ്ലൂടൂത്ത് ഉണ്ടാവും. അപ്പൊ 2 വേരിയന്റ് കഴിഞ്ഞു. അടുത്ത വരുന്ന തേർഡ് വേരിയന്റ് ആണ് നമ്മൾ 142 കിലോമീറ്റർ പോകും. 142 കിലോമീറ്റർ പോകും. അപ്പൊ നമ്മുടെ ബാക്കിയുള്ള ഓണിയൻ ഷേപ്പ് എല്ലാം സെയിം ആണ്. എല്ലാ ഷേപ്പ് വൈസ് ഒരു വ്യത്യാസമില്ല. അതിൽ വന്നിരിക്കുന്ന ആഡ് ഓൺ ഫീച്ചേഴ്സ് ആണ് വ്യത്യാസം. അത് കഴിഞ്ഞാൽ പിന്നെ ടോപ്പ് വേരിയന്റ് വരുന്നത് 202 കിലോമീറ്റർ. 202 കിലോമീറ്റർ. അപ്പൊ ബാറ്ററി വ്യത്യാസം, അത് റിമൂവൽ ബാറ്ററി ആണോ അതോ പെർമനന്റ് ഫിക്സ് ആണോ? എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് നമുക്ക് ഇവിടെയാണ് സാർ ഇതിന്റെ വണ്ടിയുടെ ചാർജർ വരുന്നത്, ഇത് ഇവിടെയാണ്. ഫ്രണ്ടിലാണ് ചാർജർ. വീട്ടിലെ പ്ലഗിൽ നമ്മുടെ പവർ പ്ലഗിൽ ചെയ്യാവുന്ന ചാർജിങ് പോയിന്റ് ആണ്. ഇത് കൂടാതെ നമുക്ക് ഇപ്പം ഫ്ലാറ്റിലൊക്കെയാണ് താമസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഈ വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, അതിന് ജസ്റ്റ് സാർ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുക, നേരെ ബാറ്ററി മേളിലേക്ക് പൊക്കി എടുക്കുക. ബാറ്ററിയുടെ വെയിറ്റ് എത്ര ഉണ്ടാവും? ഒരു 10 കിലോയെ വരും. സാധാരണ ഒരാൾക്ക് പൊക്കി എടുക്കാവുന്ന രീതിയിലുള്ളത്. ഇത് നമ്മുടെ കട്ട് ഓഫ് ചെയ്യാനോ? കട്ട് ഓഫ് ചെയ്യാനോ? ഇത് നമ്മളിപ്പോ ഒരു 3-4 ദിവസത്തേക്ക് വണ്ടി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് നോക്കി കഴിഞ്ഞാൽ സർക്യൂട്ടറിന്റെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. പറയുന്നത് BMS, അതായത് ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പോ ഓടുന്ന വഴിക്കോ അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ചെറുതായിട്ട് ടെമ്പറേച്ചർ വേരിയേഷൻ വന്നിട്ട് ഓൾറെഡി കട്ട് ഓഫ് ആവും. അത്രയും സേഫ്റ്റി നമ്മൾ കൊടുക്കുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. നമുക്ക് ഇതില് ഭയങ്കര വലിയ സ്പേസ് ആയിട്ട് പറയാനില്ല. ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റ് നമുക്ക് ഇതിൽ വെക്കാം. കൂടാതെ നമ്മുടെ അത്യാവശ്യ ഡോക്യുമെന്റ്സും ഈ സൈഡിലായിട്ട് വെക്കാൻ പറ്റും. കൂടാതെ എല്ലാവരും പറയണ ഒരു പോരായ്മയാണ് ഇവിടെ ഫൈബറിന്റെ ഇത് വെച്ചിട്ടായിരിക്കും എപ്പോഴും കണക്ട് ചെയ്തത്. പക്ഷെ ഇവർ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ അല്ല യൂസ് ചെയ്തേക്കണത്. ലിഥിയം അയൺ ബാറ്ററിയാണ്. 30Ah ആണ് നമുക്ക് 102 കിലോമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന്റെ അടുത്തെന്ന് പറഞ്ഞാൽ 50Ah ആണ്. 50Ah അതാണ് 142 രൂപ വരുന്നത്. ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റിൽ 60Ah. ഇങ്ങനെയാണ് നമ്മുടെ വേരിയന്റ്. 3 ടൈപ്പ്. ബേസ് വേരിയന്റിൽ വന്നത് 30Ah, 80Ah, അത് 50Ah, പിന്നെ 60Ah. അങ്ങനെ 3 ഇതാണ്. വണ്ടിയുടെ റേറ്റ് വരുന്നത് 87,500 ആണ്. വണ്ടിയുടെ റേറ്റ് വരുന്നത് 87,500 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതിനകത്ത് നമുക്ക് റോഡ് സൈഡ് അസിസ്റ്റൻസും എന്ത് കംപ്ലൈൻസ് ഉണ്ടായാലും, മീൻസ് ബാറ്ററി തീർന്ന വഴി കിടന്നിരുന്നാൽ പോലും ടോൾ ഫ്രീ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ എളുപ്പമുണ്ടാവും. അതെ. അതും നമ്മുടെ ബാക്കിയുള്ള ഹെൽമെറ്റ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻക്ലൂഡഡ് ആണ്. അതെല്ലാം ഇൻക്ലൂഡ് ആയിട്ടാണ് 87,500 രൂപക്ക് ബേസ് വേരിയന്റ് നമുക്ക് റോഡിലിറക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറിൽ യൂസ് ചെയ്യുന്ന ബാറ്ററി അല്ലേ? അതെ. ഇത് ബാറ്ററിയാണ്. മറ്റ് കമ്പനികൾ സാധനം നോക്കിയാൽ മതി. ഇതിനകത്ത് വരുന്നത് നമ്മുടെ മെറ്റൽ കവറിംഗ് ആണ്. ബോഡി പാനൽ എന്നത് മെറ്റൽ കവറിംഗ് ആണ്. അതിന്റെ എവരി പാർട്സ് ചെക്ക് ചെയ്താണ്, ഓരോ സെൽസും ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. സോ നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. ഇതിന്റെ ഡിസ്പ്ലേയിൽ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യാം. സോ ഇതിനെ നമുക്ക് ജസ്റ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് P എന്ന് പറയുന്ന പാർക്കിംഗ് മോഡാണ് വരുന്നത്. അതിപ്പോ നമ്മള് ആ സമയത്ത് നമ്മൾ വണ്ടി ആ സമയത്ത് നമ്മൾ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് മൂവ് ആകത്തില്ല. ഇത് തന്നെ നമ്മള് ജസ്റ്റ് ഇവിടെ കണ്ടോ, നമുക്ക് ഡ്രൈവിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ P ചെയ്തേക്കുന്ന സ്വിച്ചിൽ ഒരു പ്രാവശ്യം ഒന്ന് ടച്ച് ചെയ്യുക, എന്നാലും അത് റെഡി മോഡിലേക്ക് ആവുള്ളൂ. അപ്പൊ അത് സേഫ്റ്റി ഇതിന് വേണ്ടിയിട്ടാണ്, സേഫ്റ്റി പർപ്പസ് ആണ്. പിള്ളേരൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മൂവ് ആകത്തില്ല. അതെ. ഇപ്പൊ നമ്മള് കുട്ടി ഫ്രണ്ടിലുള്ളത് ഇത്രയും സ്പേസ് ഉള്ളത് കുട്ടികൾ പോകും, സ്വാഭാവികമാണ്. അപ്പൊ അവര് ഫോൺ നമ്മളെവിടെയെങ്കിലും നിന്ന് ആരെങ്കിലും വർത്തമാനം പറയുമ്പോഴായിരിക്കും ആളൊന്ന് തിരിക്കുന്നത്. പിന്നെ അതൊരു സേഫ്റ്റിക്ക് വേണ്ടിയാണ്. അതെ. റിവേഴ്സിന്റെ എത്ര സ്പീഡ് വരെ പറഞ്ഞത് അത് നമുക്കൊരു 7-8 ആ റേഞ്ച് ആണ് റിവേഴ്സ് ഇത് വരുന്നത്. അത് നമ്മള് മാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് റിവേഴ്സിന്റെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ സാർ, തീർച്ചയായിട്ടും ഫോൺ ചെയ്തോളൂ. ഇപ്പൊ പാർക്ക് മോഡായിരിക്കും വരുന്നത്. ശരിയാണ്, ഇപ്പൊ പാർക്ക് മോഡിലാണ്. അപ്പൊ നമ്മൾ ഇതൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോ റെഡി മോഡ് ആയല്ലേ. ഈ റിവേഴ്സ് പിടിച്ചോണ്ട് സാറ് ആക്സിലേറ്റർ തിരിച്ച് സാറത്തോട് കാണിക്കണം. ഈ ഒരു സ്പീഡില് ഇത് ബാക്കിലേക്ക് പോകുന്നത് നമ്മുടെ പാർക്കിങ്ങിന് വേണ്ടി മാത്രമുള്ള ഒരു 7 കിലോമീറ്റർ സ്പീഡൊക്കെ ഉണ്ടാവും. നമുക്ക് ഈ ബാറ്ററി പോർട്ടബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക്
നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ നമ്മളൊരു വീട്ടില് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫ്ലാറ്റിലാണ് താമസിക്കണമെന്നുണ്ടെങ്കിൽ ലേഡീസിനോ ജെന്റ്സിനോ നമുക്ക് നമ്മുടെ സൗകര്യാർത്ഥം നമുക്ക് കൊണ്ട് വീട്ടിൽ വെച്ച് ചാർജ് ചെയ്യാൻ പറ്റും. അതൊരു പ്ലസ് പോയിന്റ് ആണ്. ഇപ്പൊ ഒട്ടുമിക്ക ബ്രാൻഡുകളുടെ ആണെങ്കിലും അത് ഫിക്സ്ഡ് ആണ്. നമുക്ക് ഈ വണ്ടി ഉൾപ്പെടെ കൊണ്ടുപോയി നമുക്ക് നമ്മുടെ ഫ്രണ്ടില് അല്ലെങ്കിൽ വീടിന്റെ ഒരു പോർഷനിൽ കൊണ്ടുപോയി ചാർജ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് ഇതുകൊണ്ടുള്ള പ്ലസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാറ്ററി നമുക്ക് മാറ്റി കൊണ്ടുപോയി ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അത് നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത്. കൂടാതെ ഒരു സിംഗിൾ സ്റ്റാൻഡ് ഡബിൾ സ്റ്റാൻഡ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ എക്സ്ട്രാ ആക്സസറീസ് ഇവരുടെ കമ്പനിയിൽ നിന്ന് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടാതെ അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഇത് ഫൈബർ തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ഇത് തന്നെയാണ്. ഈ ഷോറൂം വന്നിരിക്കുന്നതിന്റെ അഡ്രസ് ഒന്നും ഡീറ്റെയിൽ പറയുന്നത് എവിടെയാണ് ഇതിന്റെ ഷോറൂം വന്നിരിക്കുന്നത്? ശരിക്കും നമ്മുടെ വൈറ്റില കുണ്ടന്നൂർ റൂട്ടില് നമ്മുടെ മലയാളം ഫോർഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അയാമ മോട്ടോഴ്സ് എന്നാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്. നമ്മൾ ഈ കാണുന്ന വീഡിയോസിൽ ആരെങ്കിലും ഈ ആലപ്പുഴ അല്ലെങ്കിൽ തൃശ്ശൂരൊക്കെ വെച്ച് ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർക്ക് ഡെലിവറി ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. ഡെലിവറി മാത്രമല്ല നമ്മൾ ടെസ്റ്റിംഗ് ആണെങ്കിലും എവിടെയാണെങ്കിലും കൊടുക്കുന്നതിന് ഒരു അത് എവിടെയാണോ ഉള്ളത് അവിടെ കൊണ്ടുപോയി നമ്മൾ ടെസ്റ്റിംഗ് കൊടുക്കും. ഇനി ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ തൊട്ടടുത്ത ജില്ലകളിലാണെങ്കിലും നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. തൃശ്ശൂർ, കോട്ടയം, ആലപ്പുഴ അവിടെ എല്ലാം നമ്മൾ ഡെലിവറി കൊണ്ടുപോയി കൊടുക്കുന്നു. നമുക്കപ്പോ ലാസ്റ്റ് ആയിട്ട് ഇതിന്റെ ഒരു വാറന്റി എങ്ങനെയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ ഒരു വണ്ടിക്ക് എങ്ങനെയാണ് ഇത് വാറന്റിയുടെ കേസ് നമുക്ക് സ്പെസിഫിക്കലി ഇത് പറയുന്നുണ്ട്. ശരിക്കും കസ്റ്റമർക്ക് 5 വർഷം നമ്മുടെ സർവീസ് കിട്ടുന്നു. മീൻസ് 3 വർഷം വാറന്റി, 2 വർഷം എക്സ്റ്റൻഡ് വാറന്റിയാണ്. എക്സ്റ്റൻഡ് വാറന്റി നമുക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ എടുക്കാം. പക്ഷേ 3 വർഷത്തേക്ക് കംപ്ലീറ്റ് വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നത് റീപ്ലേസ്മെന്റ് വാറന്റിയാണ്. ഇത് 3 വർഷം നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് ഈ 2 വർഷത്തിലെ എക്സ്റ്റൻഡ് വാറന്റി ഈ 3 വർഷത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ എടുക്കാം. എടുക്കുന്ന സമയത്ത് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നില്ല. ഈ 3 വർഷം തീരാവുന്ന സമയത്തോ വീടിന്റെ തലേദിവസമോ ആണെങ്കിലും എക്സ്റ്റൻഡ് വാറന്റി ഈ 5 വർഷം വരെ ഈ പറയുന്ന സർവീസ് കസ്റ്റമർക്ക് ഉണ്ടാവും. എല്ലാ ഇലക്ട്രോണിക് പാർട്സിലും നമ്മൾ വാറന്റി കൊടുക്കും. സർക്യൂട്ട്, വയറിംഗ് കിറ്റ്, ഇലക്ട്രോണിക് പാർട്സിൽ എല്ലാത്തിനും നമുക്ക് ഈ 5 വർഷം വാറന്റി കൊടുക്കും. അതെ, അത് ഫലത്തിൽ കസ്റ്റമർക്ക് 5 വർഷം സേവനം കിട്ടുന്നുണ്ട്. യൂസർ വന്നിട്ട് എടുക്കാനാണ് ഞാനെന്തെങ്കിലും നിങ്ങളുടെ ഒരു ഭാഗം നിന്നിട്ട് നിങ്ങൾ എന്തായിരിക്കും ബാക്കിയുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടറിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് പറയാനുള്ള എന്തായിരിക്കും ഈ ഒരു TX9 എന്നുള്ള ഈ ഒരു വേരിയന്റിനെ കുറിച്ച്? തീർച്ചയായിട്ടും പറയാനുള്ളത് നമ്മൾ പ്രൂവ് ചെയ്ത കാര്യങ്ങളാണ്. നമ്മൾ ഇല്ലാത്ത കാര്യങ്ങളല്ല പറയുന്നത്, പ്രൂവ് ചെയ്ത കാര്യങ്ങളാണ്. 2 പേരോട് കൂടി തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട കയറ്റങ്ങളെല്ലാം കയറും. നമ്മുടെ ഇതിച്ച് കുറയുന്ന സ്പീഡ് ഇച്ചിരി കുറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും കമ്പനീസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ്സ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എടുക്കണവരെ കസ്റ്റമറായിട്ടുള്ള നല്ലൊരു ഡീലിംഗ് ആയിരിക്കും. സെയിൽസ് പേഴ്സൺ ആണെങ്കിലും കൂടാതെ ആ ഒരു ഷോറൂം ആണെങ്കിലും. ഞാൻ ഈ വണ്ടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഫ്റ്റർ സർവീസ് അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള നിങ്ങളുടെ ഡീലിംഗ്സിനെ കുറിച്ചൊന്ന് നമ്മുടെ തീർച്ചയായും കസ്റ്റമർ എന്നുള്ളൊരുപരി നമ്മുടെ കമ്പനിയുടെ ഒരു ഫ്രണ്ടാണ്. ഒരു ഫ്രണ്ടിനെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു അങ്ങനെ ആയിരിക്കണം കസ്റ്റമറെ ഡീൽ ചെയ്യുന്നതും. ആഫ്റ്റർ സർവീസ് മീൻസ് ഒരു കംപ്ലൈൻസിന് ഇടവരരുത്. എന്ത് കംപ്ലൈൻറ്റ്സ് ഉണ്ടായാലും കൺസേൺഡ് പേഴ്സൺ ആരാണോ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കസ്റ്റമർ നമ്മുടെ ഫ്രണ്ട് മാത്രമല്ല, നമ്മുടെ ഒരു ഫാമിലി മെമ്പർ കൂടെയാണ്. TX9 ഒരു ഫാമിലി മെമ്പർ കൂടെയാണ്. നമ്മൾ അങ്ങനെ മാത്രമാണ് കാണുന്നത്. വരുന്നത് നമുക്ക് 72 കിലോയാണ്. ബാറ്ററി ഉൾപ്പെടെ 72 കിലോ. അതുകൂടാതെ ലൈസൻസ് ഇല്ലാത്തവർക്കും ഇതൊരു ഓപ്ഷനാണ്. ഇൻ കേസ് ഇപ്പോൾ ലൈസൻസ് എടുക്കാത്ത കുറച്ച് ഏജ് ആയിട്ടുള്ള ആളുകൾക്കും ഇത് ചൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇതൊരു നോൺ രജിസ്റ്റേർഡ് വണ്ടിയാണ്. ഈ ഡിസ്പ്ലേ ഉള്ളത് ഇൻ ഫ്യൂച്ചറിൽ ഇവരുടെ തന്നെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള വണ്ടിയും വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കറന്റ് ഇപ്പോൾ ഉള്ളത് നോൺ രജിസ്റ്റേർഡ് ആയിട്ടുള്ളതാണ്. സോ എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഒരു യുഗം തന്നെയാണ് ഞങ്ങൾ വരാൻ പോകുന്നത്. അതിൽ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഇലക്ട്രിക് സ്കൂട്ടർ തന്നെയാണ് ഈ TX9 എന്നുള്ള ഈ ഒരു ബ്രാൻഡ്. സെയിൽസ് മാനേജറാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വേണ്ടി ഷെയർ ചെയ്തത്. സോ എന്തെങ്കിലും ഈ ഒരു കമ്പനി അല്ലെങ്കിൽ ഈ ഒരു EV ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിളിനെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ക്ലിയർ ആക്കാനായിട്ട് ആഷൻ നമ്മുടെ കൂടെ ഉണ്ട്. ആഷന്റെ കോൺടാക്ട് നമ്പറും കൂടാതെ ഈ ഒരു ഷോറൂമിന്റെ അഡ്രസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.